അപ്പം മാതാവിനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഓരോ ഗ്രൂപ്പുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി, ഇപ്പം മാതാവിന് എന്താണോ താല്പര്യം, ഞങ്ങൾ IELTS എഴുതാനാണ് മാതാവിന് താല്പര്യമെങ്കിൽ മാതാവ് അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, എന്നിട്ട് മമ്മി വിചാരിച്ചത് മാതാവിനെ കിട്ടുകയാണെങ്കിൽ എഴുതാന്നാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഞാൻ അതാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനും അങ്ങനെ വിചാരിച്ചു, നമുക്ക് ഇനിയും IELTS എഴുതണമെന്നുണ്ടെങ്കിൽ മാതാവിനെ പിടിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് IELTS എഴുതാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് PTA എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അന്ന് അങ്ങനെയെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് ഞാനിവിടെ പള്ളിയകത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം അന്ന് ഓരോ ഗ്രൂപ്പിലും ഒരു 10-25 പേരുണ്ടായിരുന്നു. അപ്പം ഈ 25 പേരിൽ നിന്ന് ഒരു നറുക്കിട്ടണ ഒരു മാതാവിനെ കിട്ടാന്ന് പറയുന്നത് അത് മാതാവ് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പം ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് മാതാവിനെ പിടിച്ചുകൊണ്ട് വരുന്നു. അത് മാതാവിൻ്റെ ഒരു വലിയ ഒരു സാക്ഷിയായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾക്കൊരു ധൈര്യം പകർന്നു തരുന്നത് പോലെ ഞാൻ തോന്നി. ഞാൻ പെട്ടെന്ന്